ബഹ്റൈനിൽ നിന്നും ബോബി പാറയിൽ, ബഹ്റൈൻ OICC വർക്കിംഗ് പ്രസിഡന്റാണ്. ബോബി തത്സമയം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ബോബി, നിലവിലെ സംഘർഷ സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള ആക്രമണം അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ഉണ്ടാകുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. അവിടെ ബഹ്റൈനിലടക്കം സ്ഫോടനം ഉണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്താണ് അത് സ്ഥിരീകരിക്കാമോ? ബഹ്റൈനിലെ എയർബേസിനെ ലക്ഷ്യമാക്കി ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതില് രാവിലെ ഒരു 11:30 മുമ്പ് ഒരു 11:20 അതോടുകൂടിയാണ് ഉഗ്രസ്ഫോടന ശബ്ദം നമ്മൾ പുകയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ ഒരു 5 മിനിറ്റിന് മുമ്പ് വീണ്ടും അതേ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വഴി നിരത്തുകളിലൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്, കുറഞ്ഞുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അത് എങ്ങനെയാണ് അതിന്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് അറിയത്തില്ല. ഇത് ജുഫൈർ ഏരിയ ഉള്ള US നേവൽ ബേസിനെ ബന്ധിച്ചാണ് ആ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും 5 മിനിറ്റ് മുമ്പ് ഉഗ്ര സ്ഫോടനത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇതിനടുത്ത് തന്നെയാണ് നമ്മളും താമസിക്കുന്നത്. ബോബി, സ്വാഭാവികമായിട്ടും ജനങ്ങൾ പരിഭ്രാന്തരാകും. അത് ഭരണകൂടം ആ രീതിയിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ജാഗ്രതാ നിർദ്ദേശങ്ങളോ നൽകുന്നുണ്ടോ? ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ബഹ്റൈനിലെ സൈറൺ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് അലേർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ മൊബൈൽ നമ്പറുകളിലേക്കും അലേർട്ട് നിശ്ചിതമായി വരുന്നുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ അങ്ങനെ ഒരു പരിഭ്രാന്തിയിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഇതുവരെ നിലവിലില്ല. അതിന്റെ ഇവിടുത്തെ ബഹ്റൈനിലെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് അറിവില്ല. കിട്ടുന്ന അറിവനുസരിച്ച് ഒരു ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കുവാനും സാധിക്കുന്നത്. പുകപടലങ്ങൾ വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള അറിവിൽ. നിലവിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ്. ഇപ്പം ജനവാസ മേഖലകളിലേക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ബോബി, ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ബഹ്റൈനിൽ ഉണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബഹ്റൈനിലടക്കം നിരവധി മലയാളികളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും നിലവിലെ സാഹചര്യം. ഇത് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ, ഈ സൈറൺ, ഇതൊക്കെ അവിടെ സാധാരണയായി ഉള്ളതാണോ, ഉണ്ടാവാറുള്ളതാണോ? അല്ലല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബഹ്റൈനില് സൈറൻ എമർജൻസി ഡ്രില്ലുകളൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് ഗവൺമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജുകളൊക്കെ നേരത്തെ തന്നെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സൈറൻ വന്നിരുന്നു. വീണ്ടും സൈറൻ മുഴങ്ങിയിരുന്നു. പിന്നെ ജനങ്ങളെല്ലാം ഇപ്പം ചില സൈറ്റുകളൊക്കെ, കൺസ്ട്രക്ഷൻ സൈറ്റുകൾ അതുപോലെയുള്ള സൈറ്റുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദൂരത്തൽ ബഹ്റൈനിലെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട അവിടേക്കുള്ള സൈറ്റുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഓഫീസുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വണ്ടികളൊക്കെ നോർമലായിട്ട് വണ്ടിയിൽ നിരത്തുകളിലൊക്കെ ഓടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളൊക്കെ തന്നെ അവരുടെ സുരക്ഷയൊക്കെ നോക്കാൻ അവിടെ ഈ പറയുന്ന പോലെ OICC അടക്കമുള്ള നിരവധി സംഘടനകളൊക്കെ ഉണ്ട്. അവരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഇന്നലെ ഞങ്ങളുടെ ഇഫ്താർ മീറ്റുകളും ഒക്കെ ആയിരുന്നു. ഒരു ഇങ്ങനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ബഹ്റിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ പോയിട്ട് ഇന്നത്തെ KP ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ, നമ്മുടെ DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റ് ഒക്കെ ബഹ്റിലുണ്ട്. അവര് ഇന്ന് യാത്ര തിരിക്കാൻ ഇരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ജുഫൈറിന്റെ ഈ എയർബേസിന് അടുത്തുള്ള ഹോട്ടലിൽ തന്നെ അവരുണ്ട്. നന്ദി ശ്രീ ബോബി പാറയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.